ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. എന്താണത്? റസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ടോപ്പിക്കാണ് റസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ആക്ച്വലി ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ ഇത് പഠിക്കാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ വലിയ രീതിയിൽ എക്സോപ്ലാസം അങ്ങനെയൊക്കെ പല രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സെല്ലിൽ നമുക്ക് ഈ റസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ പഠിക്കാം. അപ്പോൾ എല്ലാ സെല്ലിലും ഇതേപോലെ തന്നെയാണ്. ഇതേ കൺസെപ്റ്റ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പം സംഭവം സെറ്റാവും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പം ഇത് റസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ കാണിക്കാൻ വേണ്ടി ഞാൻ വരച്ചേക്കുന്ന ഒരു സെല്ലാണ്. സെല്ല് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു 4 വര മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. കംപ്ലീറ്റ് ഒരു റൗണ്ട് പോലത്തെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സെൽ ഓർഗനൈസ് ഒന്നും ഞാൻ വരച്ചിട്ടില്ല. കാരണം അത് നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ സെല്ലിൻ്റെ പുറത്ത് എന്താണുള്ളത്? സെല്ലിൻ്റെ പുറത്തും ഫ്ലൂയിഡ് തന്നെ അല്ലേ. അപ്പം സെല്ലിൻ്റെ പുറത്തുള്ള ഫ്ലൂയിഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് നമ്മൾ എന്ത് വിളിക്കും? ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, അല്ലെങ്കിൽ നമുക്കിവിടെ സൈറ്റോപ്ലാസം എന്ന് വിളിക്കാം. സൈറ്റോപ്ലാസം. അപ്പോൾ ഈ സൈറ്റോപ്ലാസത്തിൻ്റെ അകത്ത് ധാരാളം അയോൺസ് ഉണ്ട്. ലൈക്ക് Na+, K+ അല്ലേ. സെല്ലിൻ്റെ പുറത്താണെങ്കിലും ECFിൽ എന്താണുള്ളത്? ECFിലും ഇതേപോലെ കുറേ സാധനങ്ങളുണ്ടെന്നേ. അപ്പം ECFിലും അല്ലേ ICFിലും അല്ലേ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലും രണ്ടിലും എന്തുണ്ട്? രണ്ടിലും അയോൺസ് ഉണ്ട്. അപ്പോൾ ഇത് നോർമൽ റെസ്റ്റിംഗ് പൊസിഷനിലുള്ള ഒരു സെല്ലാണ്. റെസ്റ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഇമ്പൾസോ അങ്ങനത്തെ ഒന്നും വരാതെ റെസ്റ്റിംഗ് സ്റ്റേറ്റിലിരിക്കുന്ന, നോർമലായിട്ട് വിശ്രമിക്കുന്ന അല്ലേ. ഇപ്പം ഞാനിവിടെ കുറച്ച് നേരം വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതേപോലെ വിശ്രമിക്കുന്ന രീതിയിലാണ് ഇവിടെ നമ്മുടെ സെല്ലിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതെന്ന് അല്ലേ. റെസ്റ്റിംഗ് മെംബ്രെയിൻ ആണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുകയാണോ അവിടെ? അല്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അതേപോലെ നമ്മളെ സെല്ല് എന്തൊക്കെയാണ് ചെയ്യുന്നത് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ അല്ലേ. അപ്പം ഇത് കണ്ടോ, സെൽ മെംബ്രെയിൻ്റെ മുകളിൽ എന്തുണ്ട്? കുറേ അധികം ട്രാൻസ്പോർട്ട് ചാനൽസ് ഉണ്ട് അല്ലേ. അപ്പം നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഞാനിത് ഉള്ളതിനെ വലിച്ചു നീട്ടാൻ വേണ്ടി വികസിപ്പിച്ചെടുത്തതാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ. അപ്പം ട്രാൻസ്പോർട്ട് ചാനൽസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ സബ്സ്റ്റൻസിനെയും സെല്ലിൻ്റെ ഉള്ളിൽ നിന്നും അല്ലെ പുറത്തോട്ട് കൊണ്ടുവരാനും അതുപോലെ തന്നെ പുറത്ത് നിന്ന് ഉള്ളിലോട്ട് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് അവിടെ ഇരിക്കുന്നത്. അതേപോലെ അപ്പം ഓരോ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസും ഓരോ സാധനത്തിനെ കടത്തിവിടുള്ളൂ. നമ്മൾ ഇതിന് മുന്നേ കുറേ അധികം ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, പാസീവ് ട്രാൻസ്പോർട്ട്, അങ്ങനെ കുറേ അധികം ട്രാൻസ്പോർട്ടുകൾ. അപ്പം ഈ ട്രാൻസ്പോർട്ടൊക്കെ നടത്തുന്നത് ആരാണ്? ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ചാനൽസ് ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ചാനൽസ് വഴി മാത്രമേ മിക്ക ട്രാൻസ്പോർട്ടും നടക്കുകയുള്ളൂ. അതിനർത്ഥം ട്രാൻസ്പോർട്ട് ചാനൽസ് ഇല്ലാതെ നടക്കില്ല എന്നല്ല. ട്രാൻസ്പോർട്ട് ചാനൽസിലൂടെയാണ് മിക്ക ട്രാൻസ്പോർട്ടും നടക്കുന്നത്. അപ്പം ഓരോ ട്രാൻസ്പോർട്ട് ചാനൽസും ഓരോന്നിനും സെലക്റ്റീവ് ആണ്. അപ്പോൾ അതിലോട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് കൺസെപ്റ്റിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ചാനൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സപ്പോസ് കൺസിഡർ ചെയ്യുന്നത് ഇത് നമ്മുടെ സോഡിയം അല്ലേ, സോഡിയത്തിൻ്റെ ചാനൽസ് ആണ് അല്ലേ. അങ്ങനെ കുറേ സോഡിയത്തിൻ്റെ ചാനൽസ് നമ്മുടെ സെല്ലിലുണ്ടാവും. അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ ചാനൽസും നമ്മുടെ സെല്ലിൽ കാണാം. പൊട്ടാസ്യത്തിൻ്റെ ചാനൽസ്, അപ്പം സോഡിയത്തിൻ്റെ ചാനൽസ് ഉണ്ട്, പൊട്ടാസ്യത്തിൻ്റെ ചാനൽസ് ഉണ്ട്. അപ്പം ഓരോ ചാനൽസ് അല്ലേ. അപ്പം എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് ഇനി കാര്യങ്ങൾ? അപ്പം നമ്മുടെ സെല്ല് റെസ്റ്റിംഗ് പൊസിഷൻ എത്തുന്നതിന് മുന്നേ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് അറ്റൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു സെല്ല് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അറ്റൈൻ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നില്ലേ, അതേ സാധനം തന്നെയാണ് പൊട്ടൻഷ്യൽ ഇവിടെ. ഓക്കെ. റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ നമ്മൾ 2 കാര്യങ്ങൾ അറിയണം. എന്തൊക്കെയാണത്? റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ സെല്ല് സോഡിയത്തിനെ പെർമിറ്റ് ചെയ്യില്ല. ഈ സോഡിയം ചാനൽസ് വഴി സോഡിയത്തിന് സെല്ലിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഫസ്റ്റ് കേസ്. എപ്പോഴാണത്? റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിൻ്റെ ടൈമിൽ സോഡിയത്തിന് സെല്ലിൻ്റെ ഉള്ളിലോട്ട് കടത്തിവിടില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സെല്ല് പൊട്ടാസ്യത്തിനെ പെർമിറ്റ് ചെയ്യും. അപ്പോൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ സെൽ എന്ത് ചെയ്യുന്നില്ല? സോഡിയത്തിനെ പെർമിറ്റ് ചെയ്യില്ല. പൊട്ടാസ്യത്തിനാണെങ്കിൽ പെർമിറ്റും ചെയ്യും. പിന്നെ ബാക്കിയുള്ള നെഗറ്റീവായിട്ടുള്ള കുറേ അയോൺസ് ഇതിൻ്റെ അകത്തുണ്ടാവും. പ്രോട്ടീൻസും അങ്ങനെ പലതുമായിട്ടുണ്ടാവും അല്ലേ. അപ്പം അവരെയൊന്നും എന്ത് ചെയ്യില്ല, അവരൊന്നും ഈ സമയത്ത് വിടില്ല. അപ്പോൾ സോഡിയത്തിനെയും അതുപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, സെല്ല് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുന്ന പരിപാടിയായിട്ട് നിർത്തി അല്ലേ. പക്ഷേ പൊട്ടാസ്യത്തിനാണെങ്കിൽ തോന്നിയ പോലെ പോവുകയും വരികയും എന്ത് വേണേലും ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അപ്പം എന്താണ് ഇവിടെ ഉണ്ടാവുക അങ്ങനെ ഒരു കണ്ടീഷൻ വരാൻ നേരത്ത്? അപ്പം നമുക്ക് അതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ സെല്ലിൻ്റെ അകത്ത് ധാരാളമായിട്ട് കാണുന്നത് പൊട്ടാസ്യമാണ്. അപ്പോൾ ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ അയോൺസ് വളരെ കൂടുതലായിരിക്കും അല്ലേ. എവിടത്തേക്കാളും പുറത്തേക്കാളും അല്ലേ, പുറത്തുള്ളതിനേക്കാളും പൊട്ടാസ്യം അയോൺസ് കൂടുതലിരിക്കുന്നത് എവിടെയാണ്? അകത്താണ്. ഇനി നേരെ തിരിച്ച് സോഡിയത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം ഉള്ളിലുണ്ട്, പക്ഷേ പുറത്താണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ സോഡിയം പുറത്ത് വളരെ കൂടുതലും ഉള്ളിൽ
വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലേ, പേരിന് ഒന്നോ രണ്ടോ അല്ല കുറച്ചെണ്ണം ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയാൻ നേരത്ത് നമുക്ക് അല്ലേ ഇവിടത്തേക്കാളും കൂടുതൽ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ കേസും ഇവിടത്തേക്കാൾ കൂടുതലാണ് നമ്മുടെ പൊട്ടാസ്യം അകത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് ഇവിടെ. അപ്പം റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ സെല്ലിൻ്റെ അകത്ത് എന്ത് കൂടുതലായിരിക്കും? പൊട്ടാസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും പുറത്ത് സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുമായിരിക്കും. അങ്ങനത്തെ ഒരു കേസിൽ ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളിലാണ് കൂടുതൽ. അപ്പം പൊട്ടാസ്യത്തിന് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് പുറത്തോട്ട് കിടക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. അതിന് കാരണം എന്താണ്? നമുക്കറിയാം അല്ലേ, എല്ലാ കെമിക്കൽ സബ്സ്റ്റൻസസും അല്ലേ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ടാണ് പോകാൻ താല്പര്യപ്പെടുന്നത് അല്ലേ. നമുക്കറിയാം ഡിഫ്യൂഷൻ എന്ന് നമ്മളതിന് പറയും. അപ്പം അങ്ങനെ പുറത്തോട്ട് ഡിഫ്യൂസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് അവന് ഡിഫ്യൂഷൻ ചെയ്യാൻ തോന്നുന്നത്? കാരണം അവനൊരു കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ, ബിക്കോസ് ഹീ പൊസസ് സം കൈനറ്റിക് എനർജി. അപ്പോൾ അവന് കൈനറ്റിക് എനർജി ഉള്ളത് കാരണം അവൻ എന്ത് ചെയ്യും? അവൻ പുറത്തോട്ട് കടക്കാൻ ശ്രമിക്കും. പുറത്തോട്ട് കിടക്കുന്ന യാതൊരു പ്രശ്നവുമില്ല. കാരണം പൊട്ടാസ്യത്തിനെയാണ് നമ്മളെ സെല്ല് പെർമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പൊട്ടാസ്യത്തിന് സുഖമായിട്ട് അവൻ്റെ ചാനൽ വഴി പുറത്തോട്ട് പോകാം, ആരും അവനെ തടയില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് പൊട്ടാസ്യത്തിൻ്റെ കേസിൽ. പക്ഷേ സോഡിയത്തിനാണെങ്കിൽ നോക്കിയേ, സോഡിയം പുറത്താണ് കൂടുതലുള്ളത്. സോഡിയത്തിന് ഉള്ളിലോട്ട് പോകാൻ വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ ആളെന്ത് ചെയ്യുന്നില്ല? ഇവിടെ ഒരു ബടൻ ഉണ്ട്, ആ ബടൻ പൊട്ടാസ്യത്തിന് ഉള്ളിലോട്ട് കടത്തി വിടുന്നില്ല അല്ലേ, വിടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ കാര്യങ്ങൾ? അപ്പം സോഡിയത്തിന് ഉള്ളിലോട്ട് കടക്കാൻ പറ്റുന്നില്ലെങ്കിൽ പൊട്ടാസ്യം എന്ത് ചെയ്യും? നൈസായിട്ട് പുറത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആക്ച്വലി ഈ പൊട്ടാസ്യം ഉള്ളിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ കൂടെ പൊട്ടാസ്യത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടാവും. ഗേൾ ഫ്രണ്ടിൻ്റെ പേരാണ് Cl- അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അയോൺ ആയിരിക്കും അല്ലേ, നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഏതെങ്കിലും അയോൺ. അപ്പോൾ നമുക്ക് Cl- ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എല്ലാത്തിനെയും. അപ്പോൾ Cl- ഒപ്പം ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ഒരു കണ്ടീഷനായിരുന്നു ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോഴാണ് അല്ലേ ഇവിടെ ആൾക്ക് ഇവിടെ ഇരിപ്പുറയ്ക്കുന്നില്ല. കാരണം എന്താണ്? ഇവിടെ പൊട്ടാസ്യം കൂടുതലാണ്. പൊട്ടാസ്യം എന്ത് ചെയ്യും? നൈസായിട്ട് ഈ കാമുകിയുടെ കണ്ണും വെട്ടിച്ച് നൈസായിട്ട് ഈ ഒരു അല്ലേ അവൻ്റെ ചാനൽ വഴി അവൻ പുറത്തോട്ട് പോവും അല്ലേ. അപ്പം ഈ ഒരു പൊട്ടാസ്യം എന്ത് ചെയ്തു? പുറത്തോട്ട് വന്നു, K+ അല്ലേ. അപ്പോൾ അങ്ങനെ പൊട്ടാസ്യം പുറത്തോട്ട് വന്നപ്പം പാവം കാമുകി ഇവിടെ എന്തായി? ഒറ്റയ്ക്കായി മാറി. അപ്പം അങ്ങനെ ഒറ്റയ്ക്കായി മാറിയപ്പം ഇവിടെ ഇൻസൈഡിൽ എന്ത് സംഭവിച്ചു? ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തു. അപ്പം അങ്ങനെ എന്ത് സംഭവിക്കും? ഈ ഓരോ പൊട്ടാസ്യം അയോണും ഇവിടെ നിന്ന് പോയിട്ട് എങ്ങോട്ടേക്ക് പോകും? പുറത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ പോകുന്തോറും ഉള്ളിൽ Cl- അല്ലെങ്കിൽ ഏതാണോ അയോൺ, ആ അയോണിൻ്റെ ചാർജ് അല്ലേ, നെഗറ്റീവ് ചാർജ് ഉള്ളിൽ എന്ത് ചെയ്യും? ക്രമേണ കൂടിത്തുടങ്ങും അല്ലേ. അങ്ങനെ ഇവിടെ ഉള്ളിൽ എന്ത് ബിൽഡപ്പ് ആവും? ഉള്ളിൽ ആനയോണിൻ്റെ പ്രസൻസ് ബിൽഡപ്പ് ആവും അല്ലെ. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആനയോൺസ് ഉള്ളിൽ കൂടി വരും. അപ്പം നമ്മളെന്ത് കണ്ടു? നമ്മൾ നെഗറ്റീവ് ചാർജ് ഉള്ളിൽ അങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്നത് കണ്ടു അല്ലേ. അപ്പം എത്ര പൊട്ടാസ്യം അയോൺസ് പുറത്തോട്ട് പോകുന്നോ അത്രയും നെഗറ്റീവ് ചാർജ് ഉള്ളിൽ എന്ത് ചെയ്യും? ഡെവലപ്പ് ആവും. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? പൊട്ടാസ്യം ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുവാണ് അല്ലേ. അപ്പോൾ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇവിടെ ഗേൾ ഫ്രണ്ടും അങ്ങനത്തെ ആരും ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് എന്ത് സംഭവിക്കും? പുറത്ത് പോസിറ്റീവ് ചാർജ് ബിൽഡപ്പ് ചെയ്യും അല്ലേ. എത്ര പൊട്ടാസ്യം അയോൺ പുറത്തോട്ട് വരുന്നോ അത്രയ്ക്കും പോസിറ്റീവ് ചാർജ് പുറത്തും വരും, ഇൻസൈഡ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജും വരും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര നേരം ഈ ഒരു പ്രോസസ്സ് നടക്കും? ഇനിയും ഇവിടെ കുറേയധികം പൊട്ടാസ്യം അയോൺസ് കാണാം അല്ലേ. കുറേയധികം പൊട്ടാസ്യം അയോൺസ് ഇനിയും ഇവിടെയുണ്ട്. ഇപ്പോഴും പുറത്തേക്കാളും കൂടുതൽ പൊട്ടാസ്യം ഉള്ളിൽ തന്നെയാണ്. യാതൊരു വ്യത്യാസമില്ല, യാതൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും നേരത്തെ സിറ്റുവേഷനിൽ കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഉള്ളിൽ തന്നെയാണ് പൊട്ടാസ്യം കൂടുതൽ, പുറത്ത് പൊട്ടാസ്യം ഇപ്പോഴും കുറവ് തന്നെ. പക്ഷേ എന്നിരുന്നാലും എത്ര നേരം പൊട്ടാസ്യത്തിന് ഇങ്ങനെ പുറത്തോട്ട് പോകാൻ പറ്റും? നമുക്കറിയാം എന്ത്, ഇവിടെ ഇരിക്കുന്നത് നെഗറ്റീവ് ചാർജാണ്. ഓരോ പൊട്ടാസ്യം പുറത്തോട്ട് പോകുന്തോറും ഉള്ളിൽ ഓരോ നെഗറ്റീവ് ചാർജ് വർദ്ധിച്ച് വരും. അങ്ങനെ വർദ്ധിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, ഈ ഒരു ക്ലോറിൻ അല്ലെ ഈ ഒരു Cl- അയോണിനെ കണ്ണ് വെട്ടിച്ച് പൊട്ടാസ്യം ഇതുവഴി പുറത്ത് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ഈ ഉള്ളിൽ ഇത്രയും നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ, അതിൻ്റെ കൂടെ ഈ ഒരു പൊട്ടാസ്യം കൂടെ ഇനി പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആര് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഈ പോസിറ്റീവ് ചാർജും ഈ ഉള്ളിലുള്ള നെഗറ്റീവ് ചാർജും തമ്മിലൊരു എന്തുണ്ടാവും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ആ ഒരു അല്ലേ നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള അട്രാക്ഷൻ അല്ലേ, ആ ഒരു അട്രാക്ഷനെ ഓവർകം ചെയ്തിട്ട് വേണം ഇനി ഇവന് പുറത്തോട്ട് പോകാൻ. അപ്പോൾ ഓരോന്ന് പോകുന്തോറും ഉള്ളിൽ എന്ത് ചെയ്യും? ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടി വരും. അപ്പം ഇവർ പോകാൻ കാരണം എന്താണ്? ഇവിടെ ഒരു കെമിക്കൽ ഗ്രേഡിയൻ്റ് ഉള്ളതുകൊണ്ടാണ് അല്ലെ. കെമിക്കൽ ഗ്രേഡിയൻറ്റ്, ഡൗൺ ദ കെമിക്കൽ ഗ്രേഡിയൻറ്റ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡൗൺ ഹിൽ മൂവ്മെൻ്റ് ആണ് അല്ല.
ഡൗൺ ഹിൽ മൂവ്മെൻ്റ് ആണ് അല്ലേ, അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ കെമിക്കൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പം കെമിക്കൽ ഗ്രേഡിയൻറ്റ്, അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലും ഇവിടെ കുറവും. അപ്പം ആ കെമിക്കൽ ഗ്രേഡിയൻറ്റ് കാരണം ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സിനേക്കാളും ഇവിടെ എന്ത് കൂടി വരും, നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടി 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 വരും. അങ്ങനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടി കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇവന് പുറത്തോട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. പൊട്ടാസ്യത്തിന് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരു കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ നമ്മൾ നോക്കിയപ്പം ഇൻസൈഡ് കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജും പുറത്ത് കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജും. പൊട്ടാസ്യത്തിന് പോവാം, ആരും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, ഈ ഗേറ്റൊക്കെ തുറന്ന് വെച്ചേക്കുവാണ്, പോവാം. പക്ഷേ അവന് പോകാൻ പറ്റില്ല. കാരണം എന്താണ്, അത്രയ്ക്കും നെഗറ്റീവ് ചാർജ് ഉള്ളിൽ ബിൽഡപ്പ് ആകുമ്പം പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പൊട്ടാസ്യത്തിന് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെട്ടിച്ച് പുറത്തോട്ട് പോകാൻ പറ്റില്ല അല്ലേ. കാരണം കെമിക്കൽ ഗ്രേഡിയൻ്റ് ഇവിടെ ഉണ്ടെങ്കിലും ഈ ഒരു രണ്ടും ഈക്വലായിട്ട് വന്നു ഇവിടെ അല്ലേ, കെമിക്കൽ ഗ്രേഡിയൻറ്റും അതുപോലെ തന്നെ ഉള്ളിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും. അപ്പം രണ്ടും അല്ലേ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അപ്പോൾ രണ്ടും ഈക്വലായി വന്ന സ്ഥിതിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനിയൊരു പൊട്ടാസ്യം അയോണിന് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പം ഈ ഒരു കണ്ടീഷൻ, ഇൻസൈഡ് നെഗറ്റീവ് ചാർജും ഔട്ട്സൈഡ് പോസിറ്റീവ് ചാർജും ഉള്ള ഈ കണ്ടീഷൻ നമ്മൾ വിളിക്കും റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. അപ്പോൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സെല്ല് റെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ആ ഒരു പൊട്ടൻഷ്യലാണ് നമ്മൾ എന്ത് പറയാം, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. അപ്പം ഇത് ഒരു റീസൺ ആണ് എന്തിനുള്ള ഇങ്ങനെയൊരു നെഗറ്റീവ് ചാർജ് ഉള്ളിൽ ബിൽഡപ്പ് ചെയ്യാൻ ഒരു റീസൺ കൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് പുറത്ത് ഇതേപോലെ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഉള്ളിൽ പൊട്ടാസ്യത്തിൻ്റെ ആ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നു അല്ലേ. എത്ര പോയി കഴിഞ്ഞിട്ടും ഈ അക്ഷയപാത്രം പോലെ സ്റ്റിൽ ഉള്ളിൽ തന്നെയാണ് കൂടുതലുള്ളത് പൊട്ടാസ്യം. അതുപോലെ തന്നെ പുറത്താണെങ്കിൽ സോഡിയമാണ് കൂടുതലുള്ളത്. എങ്ങനെ ഇത് സംഭവിക്കുന്നു? അപ്പം സോഡിയം പൊട്ടാസ്യം പമ്പാണ് അതിൻ്റെ ഉത്തരം. അപ്പം സോഡിയം പൊട്ടാസ്യം പമ്പ്. അപ്പം സോഡിയം പൊട്ടാസ്യം പമ്പ് എന്താ ചെയ്യുന്നത്, അത് 3 Na+ അയോൺ, 3 സോഡിയം അയോൺസിനെ പുറത്തോട്ട് വിടും. അതേസമയം 2 K+ അയോണിനെ മാത്രമാണ് ഉള്ളിലോട്ട് വിടുക. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, സോഡിയം പൊട്ടാസ്യം പമ്പ് ഒരു പ്രാവശ്യം വർക്ക് ചെയ്യുമ്പം അവൻ 3 Na+ അയോൺസിനെ പുറത്തോട്ട് വിടും. അതേസമയം 2 പൊട്ടാസ്യം അയോണിനെ അവൻ ECF എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് പിടിച്ചിട്ട് ഉള്ളിലോട്ട് നമ്മുടെ സൈറ്റോപ്ലാസത്തിലോട്ട് വിടും. അപ്പം ഈ ഒരു പ്രോസസ്സ് അവൻ എനർജി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, എനർജി എക്സ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്താണ് അതിന് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സ്ഥലത്താണ് ഓൾറെഡി സോഡിയം കൂടുതലുള്ളത് അല്ലേ, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഓൾറെഡി സോഡിയം കൂടുതലാണ്. അപ്പം അങ്ങനെ കൂടുതലുള്ള സ്ഥലത്തോട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, സോഡിയത്തിന് വീണ്ടും ചെയ്യുന്നത് അല്ലേ, വീണ്ടും ഇറക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മൂവ്മെൻറ്റ് നമ്മൾ വിളിക്കുമെന്ന് അപ്പ് ഹിൽ മൂവ്മെൻറ്റ് അല്ലേ, അപ്പ് ഹിൽ മൂവ്മെൻറ്റ്. അപ്പം അപ്പ് ഹിൽ മൂവ്മെൻ്റ് ആണ് ഇവിടെ നടത്തുന്നത്. കാരണം കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലേ, അതിന് നമ്മൾ എന്താ പറയുക, അപ്പ് ഹിൽ മൂവ്മെൻറ്റ്, അപ്പ് ഹിൽ. അപ്പം അപ്പ് ഹിൽ മൂവ്മെൻ്റ് ആണ് ഇവിടെ നടത്തുന്നത് അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അപ്പം ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഇവൻ ATP യൂസ് ചെയ്തിട്ട് അല്ലേ, ATPനെ എന്താക്കി മാറ്റേണ്ടി വരും, ADP ആൻഡ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ അല്ലേ, അപ്പോഴല്ലേ എനർജി റിലീസ് ആവുക. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന എനർജി യൂസ് ചെയ്തിട്ടാണ് ആശാൻ എന്ത് ചെയ്യുന്നത്, 3 സോഡിയത്തിനെ പുറത്തോട്ടും 2 പൊട്ടാസ്യം അയോണിനെ ഉള്ളിലോട്ടും വിടുന്നത്. അപ്പം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പം അല്ലേ, ഇതുപോലത്തെ ഒരെണ്ണമൊന്നുമല്ല കുറേ എണ്ണം ഉണ്ടാവും. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, പുറത്ത് സോഡിയം കൂടുതലായിട്ട് കാണും, ഉള്ളിലാണെങ്കിൽ പൊട്ടാസ്യം കൂടുതലായിട്ട് കാണും. ഇത് കൂടാതെ ഒരു കാര്യം കൂടെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്, ഈ ഒരു സോഡിയം പൊട്ടാസ്യം പമ്പ് ഇവിടെ ചെയ്യുന്നുണ്ട്. എന്താണത്, ഇവൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇവൻ എന്താ ചെയ്യുന്നത്, 3 പോസിറ്റീവ് ചാർജിനെ പുറത്തോട്ട് വിടുന്നത് അല്ലേ. സോഡിയം എന്ന് പറയുമ്പം പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോണാണ്. അപ്പം 3 പോസിറ്റീവ് ചാർജിനെ പുറത്തോട്ട് വിടുമ്പം 2 പോസിറ്റീവ് ചാർജുള്ള പൊട്ടാസ്യത്തിന് മാത്രമേ തിരിച്ചു കൊണ്ടുവരുന്നുള്ളൂ. ആസ് എ റിസൾട്ട് ഇവിടെ എന്ത് സംഭവിക്കും, സെല്ലിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജ് ബിൽഡപ്പ് ആവില്ലേ. കാരണം 3 സോഡിയം എന്ന് പറയും 3 പോസിറ്റീവ് ചാർജ് ഇവിടുന്ന് കുറഞ്ഞു, പക്ഷേ 2 പോസിറ്റീവ് ചാർജ് വരുന്നുള്ളൂ. അതിന് അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലേ, ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളിൽ ബിൽഡപ്പ് ആവും. അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാം. അപ്പം 3 സോഡിയം എന്ന് പറയുമ്പോൾ 3 സോഡിയം പുറത്തോട്ട് പോകാമെന്ന് പറയുമ്പോൾ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന നെഗറ്റീവ് ചാർജ് അല്ലേ ഇവിടെ കാണിക്കും. 3 സോഡിയം പുറത്തോട്ട് പോയി, സോഡിയം പോകുന്നതിന് മുന്നേ ഈ നെഗറ്റീവ് ചാർജിൻ്റെ ഒപ്പമായിരുന്നു ഇരിക്കുന്നത്. അപ്പം ഈ നെഗറ്റീവ് ചാർജിനെ കണ്ണ് വെട്ടിച്ചാണ് ഇവൻ പുറത്തോട്ട് പോയത് സോഡിയം. അപ്പം ഈ നെഗറ്റീവ് ചാർജ് ഉള്ളിൽ തനിച്ചാവും അല്ലേ. പക്ഷേ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ 2 പോസിറ്റീവ് ചാർജേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കോമ്പൻസേറ്റ് ആവും, പക്ഷേ ഈ ഒരു ചാർജ് ഇവിടെ കാണിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യം ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് റൺ ചെയ്യുമ്പോഴും ഉള്ളിൽ ഒരു നെഗറ്റീവ് ചാർജ് എക്സ്ട്രാ വന്നുകൊണ്ടിരിക്കും.
അപ്പം അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ കൂടുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു റീസൺ മാത്രമല്ല, ഈ റീസണും കൂടെ ഈ എന്താ പറയുക ഒരു മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ബിൽഡപ്പ് ചെയ്യാൻ സഹായകരമാണ് അല്ലേ. എന്താണ് ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? ഇവിടെ ഉള്ളിൽ നെഗറ്റീവ് ചാർജും പുറത്ത് പോസിറ്റീവ് ചാർജും അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ടാവാനായിട്ടുള്ള കാരണം. എന്തൊക്കെയാണ് ആ 2 കാരണങ്ങൾ? ഒന്ന് സോഡിയം പൊട്ടാസ്യം പമ്പിൻ്റെ വർക്കിംഗ്, പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഈ പൊട്ടാസ്യം അയോൺസിൻ്റെ ഡൗൺ ഹിൽ മൂവ്മെൻറ്റ് അല്ലേ. അത് എത്ര നേരം ഉണ്ടാവും? ഉള്ളിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിൽഡപ്പ് ചെയ്യുന്നത് വരെ അല്ലേ. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ചാർജ് ഉള്ളിൽ ബിൽഡപ്പ് ആയി കഴിയുമ്പം ഫർദർ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോഴേക്ക് ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയാനുള്ളത്. ആക്ഷൻ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അങ്ങനെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഒരു ക്ലാസ് ഇടുന്നതായിരിക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അൺലൈക്ക് ചെയ്യണം. അപ്പം അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.